ഹായ്, എല്ലാവർക്കും നമസ്കാരം. മൈക്രോബ്ലേഡിംഗ് സക്സസ് ആവാനായിട്ടും പരാജയപ്പെടാനുമുള്ള കാരണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത്. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നിങ്ങൾക്കറിയാം, മൈക്രോബ്ലേഡിംഗ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. പുരുകമില്ലാത്തവർക്കും, പുരുകം കൊഴിഞ്ഞു പോയവർക്കും, അല്ലെങ്കിൽ ആക്സിഡന്റിൽ എന്തെങ്കിലും കാരണത്താൽ പുരുകത്തിന് എന്തെങ്കിലും ക്ഷത സംഭവിച്ചവർക്കും, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് മൈക്രോബ്ലേഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ട്രീറ്റ്മെന്റിൽ കൂടി ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ട്രീറ്റ്മെന്റിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് സക്സസ് ആവാനായിട്ടും അതുപോലെ തന്നെ പരാജയപ്പെടാനുമുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ അതൊക്കെയാണ് കൂടുതലായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൈക്രോബ്ലേഡിങ്ങിന്റെ സക്സസ് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഓയിൽ സ്കിൻ ടൈപ്പുകാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മഷിയുടെ റിട്ടൻഷൻ കുറവായി കണ്ടേക്കാം. ഓയിൽ സ്കിൻ ടൈപ്പുകാർക്ക് സക്സസ് റേറ്റ് വളരെ കുറഞ്ഞ ഒരു ലെവലിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ, സെൻസിറ്റീവ് സ്കിന്നുകാർ നമുക്കറിയാം, അവർക്ക് സ്കിൻ ഇറിറ്റേഷൻസ് കൂടുതലായിരിക്കും. ഈ ഇറിറ്റേഷൻസ് നമ്മളുടെ പിഗ്മെന്റ് റിട്ടൻഷനെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ, നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ആഫ്റ്റർ കെയർ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൈക്രോബ്ലേഡിങ്ങിന്റെ ഈ പിഗ്മെന്റ് സെറ്റിൽ ആവാനായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങനെ അത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നനയ്ക്കാൻ പാടില്ല എന്ന് പറയും, വെള്ളം തൊടാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഉൾപ്പെടെ നമ്മൾ മറ്റു ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിടുക. അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ, ഇത് ചെയ്യുന്ന മൈക്രോബ്ലേഡിംഗ് ചെയ്യുന്ന ടെക്നീഷ്യൻ കൃത്യമായ രീതിയിലുള്ള പ്രാക്ടീസ് ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പിഗ്മെന്റ് ഇൻ ഡെപ്തിൽ പോകുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുകയും വേണം. അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പിഗ്മെന്റേഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ടെക്നിക്കൽ നോളജ് ഉള്ള ആളായിരിക്കണം ഇത് ചെയ്യുന്നത്. ശരിയായ ഡെപ്തിൽ പിഗ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചില നേർത്ത സ്കിന്നുകാർക്ക് ഈ ഔട്ടർ സർഫസിൽ മാത്രം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം വേഗത്തിൽ ഫെയ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സ്കിൻ റീജനറേഷൻ റേറ്റ്, നമ്മളുടെ സ്കിന്ന് വേഗത്തിൽ റീജനറേറ്റ് ചെയ്യുന്ന ആളുകളിൽ പെട്ടെന്ന് തന്നെ ഈ പിഗ്മെന്റ് കുറച്ച് ഡള്ളായി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ചില ഹെൽത്ത് ഇഷ്യൂസും ഇതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഡയബറ്റിക് പേഷ്യൻസ്, അതുപോലെ തന്നെ തൈറോയിഡ് പേഷ്യൻസ്, തൈറോയിഡിനൊക്കെ മെഡിസിൻ എടുക്കുന്നവർക്കൊക്കെ സക്സസ് റേറ്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് തിന്നിങ് ആവാനായിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നവർക്ക് ഇതുപോലെയുള്ളത് ലാസ്റ്റിങ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പിഗ്മെന്റ് എത്രത്തോളം ഇതാവുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള ഘടകങ്ങളെയും കൂടി ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പിഗ്മെന്റ് ബ്രാൻഡ്, നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് തന്നെ പിഗ്മെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റീവ് നമ്മൾ ഇതിന്റെ റിട്ടൻഷനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ടച്ചപ്പ് ചെയ്യാത്തത്, ടച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മൈക്രോബ്ലേഡിംഗ് എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ 2-3 സിറ്റിംഗ് വേണ്ടി വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഒറ്റ ട്രീറ്റ്മെന്റിൽ ഒരു ഔട്ടർ ലൈൻ ട്രീറ്റ്മെന്റ് മാത്രമാണ് ആകുന്നുള്ളൂ. കാരണം ഈ ചെയ്യുന്ന ടെക്നീഷ്യനോ ഈ ഇരിക്കുന്ന ക്ലയന്റിനോ അതിന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ വർക്ക് എത്രത്തോളം പ്രോസസ് ഇവരിൽ കൊണ്ടുവരൂ എന്നുള്ളത് നമുക്ക് അന്നേരം കാണുന്ന ആ വിഷ്വലി നമുക്ക് ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. അപ്പോൾ ആഫ്റ്റർ കെയർ ആവശ്യമുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് മൈക്രോബ്ലേഡിംഗ് എന്ന് പറയുന്നത്. 2-3 സിറ്റിംഗ്, അത് ആ ടെക്നീഷ്യൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് 2-3 സിറ്റിംഗ് വേണ്ടി വരുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് മൈക്രോബ്ലേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടച്ചപ്പ് കൃത്യമായ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പിഗ്മെന്റ് ഫെയ്ഡ് ആവാനായിട്ടും മൈക്രോബ്ലേഡിംഗ് എന്ന് പറഞ്ഞ ആ പ്രൊസീജിയർ തന്നെ ഫെയ്ഡ് ആയി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വ്യക്തമായിട്ട് മൈക്രോബ്ലേഡിംഗ് ചെയ്യാൻ നമ്മൾ പുറപ്പെടുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിയേണ്ട ചില കാര്യങ്ങളാണ്.
അതായത് മൈക്രോബ്ലേഡിംഗ് എന്ന് പറയുന്നത് 2 or 3 സിറ്റിംഗ്, അതായത് ആ ടെക്നീഷ്യൻ ആവശ്യപ്പെടുന്ന രീതിയിൽ സമയത്ത് ചെയ്യാം എന്ന് ഉള്ള ഒരു ഉറപ്പ് മനസ്സിലെടുത്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകാനായിട്ട്. പലരും ഒറ്റ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ വഴിക്കേ കാണത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് അയ്യോ അവിടെ അത്ര ആയില്ല ഇവിടെ അത്ര ആയില്ല അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് 2-4 ആഴ്ചക്കുള്ളിൽ വന്ന് അതിൽ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി അതിന്റെ ബാക്കി സെക്കൻഡ് സെക്ഷനോ തേർഡ് സെക്ഷനോ ആവശ്യമുള്ളവർ അതിനനുസരിച്ചിട്ട് എടുത്തു പോയെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 വർഷം തൊട്ട് 3 വർഷം വരെ നിങ്ങൾക്കത് നല്ല രീതിയിൽ നിലനിന്ന് കിട്ടിയേക്കാം. അപ്പോൾ മൈക്രോബ്ലേഡിംഗ് ചെയ്യാൻ ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ്. ഒത്തിരി പേർക്ക് നമ്മൾ വർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഒരുപാട് എൻക്വയറീസും വരുന്ന ഒരു കേസാണ് ഈ മൈക്രോബ്ലേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറെ അധികം കാര്യങ്ങൾ നമ്മളിത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു അക്കാഡമി കൂടിയാണ്. പലതരത്തിലുള്ള ബ്യൂട്ടീഷ്യൻ കോഴ്സുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കോസ്മെറ്റോളജി ഉണ്ട്, കോസ്മെറ്റോളജിയിലെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ബേസിക് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോബ്ലേഡിങ്ങിന്റെ ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് തന്നെ മേക്കപ്പിന്റെ പല സെക്ഷനുകൾ, ഹെയർ കട്ടിങ്ങുകൾ, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.